കേരളത്തിലെ ഒരു കൂട്ടം വിദ്യാസമ്പന്നരായ ക്രിസ്ത്യൻ യുവതി-യുവാക്കൾ കേരളം വിട്ടുപോകുന്നു എന്ന നടുപ്പിക്കുന്ന യാഥാർത്ഥ്യം നിരവധി വർഷങ്ങളായി സഭ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ നടന്ന 5ാമത് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലിയിൽ കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ വാക്കുകൾ ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടത് തന്നെയാണ്. പ്രസംഗത്തിൽ കേന്ദ്രമന്ത്രി ക്രൈസ്തവർക്ക് ശക്തമായ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് കുടിയേറുന്നവരിൽ ഭൂരിഭാഗവും ക്രിസ്ത്യൻ യുവതി-യുവാക്കളാണ്. ക്രിസ്ത്യൻ ജനസംഖ്യ ഗണ്യമായി കുറയുന്നുണ്ടെന്നും ഇത് സഭയുടെ അടിത്തറ തന്നെ ഇളക്കുമെന്നും മന്ത്രി പറയുന്നുണ്ട്. ശാക്തീകരണത്തിൻ്റെ കാര്യം പറയുന്ന അവസരത്തിൽ നമ്മുടെ ജനസംഖ്യ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ജനസംഖ്യ കുറയുന്ന അവസരത്തിൽ ബുദ്ധിപരമായിട്ടുള്ള ഇടപെടലാണ് ആവശ്യം. ഈ സമുദായം അല്ലെങ്കിൽ ഈ വിഭാഗം സമൂഹത്തിന് മുഴുവൻ ആവശ്യമാണ് എന്ന് മറ്റുള്ളവർക്ക് തോന്നുന്നത് പോലെയുള്ള ഇടപെടൽ ആവശ്യമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് തീർച്ചയായിട്ടും അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ അധികാരത്തിൻ്റെ ശക്തി കേന്ദ്രങ്ങളെ നമുക്ക് സ്വാധീനിക്കാൻ സാധിക്കുകയുള്ളൂ. അതിൻ്റേതായിട്ടുള്ള രീതിയിൽ നമ്മുടെ പ്രവർത്തനങ്ങളെ ക്രോഡീകരിക്കണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും ജനസംഖ്യ വലിയ കാര്യം തന്നെയാണ്. ഇത് പറയുന്നത് ക്രിസ്ത്യൻ മതത്തിന്റെ പ്രചാരകനോ വൈദികനോ ഒന്നുമല്ല, ഭരണത്തിലുള്ള കേന്ദ്ര ന്യൂനപക്ഷ സഹമന്ത്രിയാണ്. 2011 സെൻസസ് പ്രകാരം കേരളത്തിലെ ആകെ ജനസംഖ്യയിൽ 18.38% മാത്രമാണ് ക്രിസ്ത്യൻസ് ഉള്ളത്. ഇങ്ങനെ തുടർന്നാൽ 10 വർഷത്തിനുള്ളിൽ കേരളത്തിൽ നിന്നും ക്രിസ്ത്യൻ സമൂഹം പാടെ അപ്രത്യക്ഷമാകും. ജനസംഖ്യയിൽ പിന്നോക്കം നിൽക്കുന്ന ന്യൂനപക്ഷങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി വാദിക്കുവാൻ പോലും ഇവിടെ ആരും ഉണ്ടാകില്ല. ഉപേക്ഷിച്ചു പോകുന്ന വീടും പറമ്പും ഉപയോഗശൂന്യമാകുന്നതോടെ അധിനിവേശങ്ങൾക്കും ഇടയാകുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഈ അധിനിവേശങ്ങൾക്ക് അദ്ദേഹം ഉപയോഗിക്കുന്ന വാക്ക് ആളൊഴിഞ്ഞ പറമ്പിൽ കുരങ്ങന്മാർ വന്ന് കൂടുമെന്നാണ്. നമ്മുടെ യുവതലമുറ വിദേശത്തേക്ക് പോകുന്നു എന്നുള്ളതാണ്. അതിൻ്റെ അനന്തരഫലം വീടുകളും ഭൂമിയും അന്യാധീനപ്പെടുന്നു എന്നുള്ളതാണ്. അത് സംരക്ഷിക്കാനുള്ള ചിന്ത ഈ നമ്മുടെ സഭയുടെ നേതൃത്വത്തിന് ഉണ്ടാകണം. അല്ലെങ്കിൽ അനഭിമതമായിട്ടുള്ള അധിനിവേശങ്ങളുണ്ടാകും. അതിനെപ്പറ്റി ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് ആ വിജനമാകാൻ പോകുന്ന നമ്മുടെ ഭൂമികൾ, കുടുംബങ്ങൾ, വീടുകൾ അത് സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു പദ്ധതി വേണം. അവരെ ഉപദേശിക്കണം. ഒന്നുകിൽ സഹോദരങ്ങൾക്ക് കൊടുക്കുക, ബന്ധുക്കൾക്ക് കൊടുക്കുക, അല്ലെങ്കിൽ പാവപ്പെട്ടവർക്ക് കൊടുക്കുക. അല്ല എങ്കിൽ അത് ഏറ്റെടുക്കാനുള്ളൊരു സംവിധാന സഭ ഉണ്ടാക്കിയില്ല എങ്കിൽ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ അവിടെയെല്ലാം അധിനിവേശങ്ങളുണ്ടാകും. ആ അധിനിവേശത്തിലൂടെ സഭയുടെ അടിത്തറ തകരും, പിടിച്ചു നിൽക്കാൻ വയ്യാത്ത അവസ്ഥയുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് ഞാനത് നേരിട്ട് കാണുന്നത് കൊണ്ടാണ് പറയുന്നത്. നേരത്തെ ചിന്തിക്കേണ്ട കാര്യമാണ്. ഏക്കർ കണക്കിന് ഭൂമി ആരുമില്ലാതെ കിടക്കുന്നൊരവസ്ഥയിലേക്ക് ഏതാനും വർഷങ്ങൾക്കുള്ളിലുണ്ടാകും. അതിനെ എങ്ങനെ നമുക്ക് ഫലപ്രദമായിട്ട് ഉപയോഗപ്പെടുത്താം എന്നുള്ളത് ചിന്തിക്കണം. അധിനിവേശങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. അത് പത്രക്കാർ നിൽക്കുന്നതുകൊണ്ട് ഞാൻ വിശദീകരിക്കാം. അത് ഈ ആൾപ്പെരുമാറ്റമില്ലാതെ വന്നു കഴിഞ്ഞാൽ അവിടെ കുരങ്ങന്മാർ വരും. അതുപോലെ അല്ലേ, നിങ്ങൾക്കറിയത്തില്ലേ, അതുപോലെ വന്നിട്ട് നമുക്ക് വലിയ ശല്യമായിട്ട് അത് മാറും. അതുകൊണ്ടാണ് മാധ്യമങ്ങളുള്ളത് കൊണ്ട് ഞാൻ പറയുന്നത്. വലിയ വലിയ വന്യജീവികളൊക്കെ നാട്ടിലേക്ക് വരുന്നതിൻ്റെ കാര്യം അത് തന്നെയാണ്. അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും അതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കും. ഈ അധിനിവേശങ്ങൾക്ക് അദ്ദേഹം ഉപയോഗിക്കുന്ന വാക്ക് ആളൊഴിഞ്ഞ പറമ്പിൽ കുരങ്ങന്മാർ വന്ന് കൂടുമെന്നാണ്. ചില മതവിഭാഗങ്ങൾ ഇങ്ങനെ ആളൊഴിഞ്ഞു പോകുന്ന പറമ്പുകൾ വാങ്ങിക്കൂട്ടുവാൻ തക്കം പാർത്തിരിക്കുന്ന കാഴ്ചകളും കാണുന്നുമുണ്ട്. ഇങ്ങനെ തുടങ്ങി ചില സ്ഥലങ്ങൾ ഇവരുടെ മാത്രം കുത്തകയാക്കപ്പെട്ട കാഴ്ചകളും കേരളത്തിലുണ്ട്. 2018 കേരളത്തിൽ നിന്നുള്ള മൊത്തം കുടിയേറ്റക്കാർ 21 ലക്ഷം കവിഞ്ഞിരുന്നു. കൂട്ടത്തോടെയുള്ള ഈ പലായനം തുടരുന്നതോടെ വല്ലപ്പോഴും സന്ദർശിക്കാൻ വരുന്ന ക്രിസ്ത്യാനികൾ ഇവിടെ ഒരു അതിഥിയായി മാത്രം മാറാനും സാധ്യതയുണ്ട്. ജനസംഖ്യയിൽ വന്ന കാര്യമായ കുറവും വിദേശത്തേക്കുള്ള കുടിയേറ്റവും ക്രിസ്ത്യൻ സമൂഹത്തെ കേരളത്തിൽ നിന്നും തുടച്ചു നീക്കുന്ന പ്രവണതയാണ് സൃഷ്ടിക്കുന്നത് എന്ന യാഥാർത്ഥ്യം ഇനിയെങ്കിലും വിശ്വാസ സമൂഹം ഗൗരവത്തോടെ എടുക്കണം.